ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ഉദ്യോഗസ്ഥയോട് ലൈംഗിക ചുവയോടെ പെരുമാറിയെന്ന കേസിൽ വകുപ്പുതല അന്വേഷണം നേരിടുന്ന ബി ശ്രീകുമാറിന് വീണ്ടും ചുമതല നൽകി സർക്കാർ. കേരള ഫീഡ്സ് ലിമിറ്റഡ് കമ്പനിയുടെ MD ആയി നിയമിച്ചു. നേരത്തെയും കേരള ഫീഡ്സിന്റെ തലപ്പത്ത് ശ്രീകുമാർ ഉണ്ടായിരുന്നു. കേസ് വന്നതോടെയാണ് MD സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഈ ശ്രീകുമാറിനെ കുറ്റവിമുക്തനാക്കിയതിനു ശേഷമാണോ പുനർനിയമനം നടത്തിയിരിക്കുന്നത്? ഹരി കേൾക്കാമെങ്കിൽ, ഈ ശ്രീകുമാറിനെ കുറ്റവിമുക്തനാക്കിയതിനു ശേഷമാണോ പുനർനിയമനം നൽകിയിരിക്കുന്നത്? ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്നുള്ള പരാതിയിൽ അരുൺ, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ്, അതായത് KSIയുടെ MD ആയിട്ടിരിക്കുന്ന സമയത്താണ് ശ്രീകുമാറിന്റെ ഭാഗത്തു നിന്ന് മോശമായ അനുഭവം ഉണ്ടായി എന്നുള്ള ഉദ്യോഗസ്ഥരുടെ പരാതി വരുന്നത്. ആ പരാതിന്മേൽ പിന്നീട് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിൽ അന്വേഷണം നടന്നു വരികയാണ്. ആ കേസ് നിലനിൽക്കുന്നുമുണ്ട്. അതായത് അതിൽ കുറ്റവിമുക്തനാക്കുകയോ അല്ലെങ്കിൽ മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. കേസ് നിലനിൽക്കുന്നു. ശ്രീകുമാറിനെതിരെ വകുപ്പുകൾ ചുമത്തി ഉള്ള കേസാണ് നിലനിൽക്കുന്നത്. ആ കേസ് നിലനിൽക്കുന്ന സമയത്താണ് വ്യവസായ വകുപ്പ് ഒരു വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ആ വകുപ്പ് തല അന്വേഷണമാകട്ടെ പൂർത്തിയായിട്ടുമില്ല. ഈ അന്വേഷണം തുടങ്ങിയതുകൊണ്ട് ഈ പരാതിക്കാരിയും ആരോപണ വിധേയനും ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പാടില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പിന്നീട് KSIയുടെ തലപ്പത്ത് നിന്ന് കെൽപ്പാമിന്റെ തലപ്പത്തേക്ക് മാറ്റുകയും ചെയ്തത്. ഈ സമയത്ത് പരാതിക്കാരി നിരവധി തവണ വ്യവസായ വകുപ്പിനെയും സർക്കാരിനെയും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായി. ആരോപണ വിധേയനാണ്, അതുകൊണ്ട് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തുകയും ചെയ്തു. പക്ഷേ കെൽപ്പാമിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തേക്കാണ് ഈ ശ്രീകുമാറിനെ മാറ്റിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു മുൻപരിചയമുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഇപ്പോൾ കെൽപ്പാമിൽ നിന്ന് മാറ്റി കേരള ഫീഡ്സ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് അതിന്റെ തലപ്പത്തേക്ക് മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് വ്യവസായ വകുപ്പിന്റെ തലപ്പത്ത് നിന്ന് മൃഗസംരക്ഷണ വകുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതേസമയം തന്നെ ഈ കേരള ഫീഡ്സ് ലിമിറ്റഡ് കമ്പനിയുടെ ചുമതല വഹിക്കുമ്പോഴും കെൽപ്പാമിന്റെ ചുമതല അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അതായത് രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതല വഹിക്കുകയാണ് അദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ കേസിൽ പോലീസ് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ വൈകുന്നു എന്നുള്ള ആരോപണം കൂടി പരാതിക്കാരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പരാതിക്കാരുടെ മൊഴിയെടുത്തതും ശ്രീകുമാറിന്റെ മൊഴിയെടുത്തതും അല്ലാതെ ഈ കേസിൽ മറ്റ് നടപടികളിലേക്കൊന്നും തന്നെ അന്വേഷണ സംഘം കടന്നിട്ടില്ല എന്നുള്ള ആരോപണം ഒരു വശത്ത് നിന്ന് ഉയർന്നുമുണ്ട്. മാത്രമല്ല വ്യവസായ വകുപ്പിന്റെ അന്വേഷണം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും അത് പൂർത്തീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഒരു ഉന്നത IAS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണം പൂർത്തീകരിക്കാത്തത് സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. അരുൺ, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിന്റെ ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ കുറ്റവിമുക്തരാക്കിയതിനു ശേഷം പുനർനിയമിക്കുന്നതായിരുന്നു ഉചിതം.